വേടനെ അധിക്ഷേപിച്ച് ഹിന്ദു ഐക്യവേദി. റാപ്പ് സംഗീതത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി പുലബന്ധമില്ല. വേടന്മാരുടെ തുണിയില്ലാ ചട്ടങ്ങൾക്ക് മുന്നിൽ സമാജം അപമാനിക്കപ്പെടുന്നുവെന്ന് ശശികല. സച്ചിൻ വള്ളിക്കാട് ചേരുന്നു. സച്ചിൻ, സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആൾക്കാർ ഈ വേടനെതിരെ വാളെടുത്ത് തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. ഇവരുടെ ഉള്ളിലെ ആ ചാതുർവർണ്ണീയ ബോധം ഇങ്ങനെ കിടന്ന് തിളയ്ക്കുകയാണ്. ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പയ്യൻ, അവൻ ഇത്രയും ആരാധകരുണ്ടാകുന്നു, ഇത്രയും ആൾക്കാർ അവന് പിന്നിൽ കൂടുന്നു, സമൂഹത്തിലെ പല തെറ്റുകൾക്കെതിരെയും കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. എന്നിട്ട് ഈ വിഷയത്തിൽ വീണ്ടും വീണ്ടും സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആൾക്കാർ അയാൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ സജീവമാക്കി തുടരുകയാണ്. സച്ചിൻ, രൂക്ഷമായ വിമർശനമാണ് വേടനെതിരെ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയായിട്ടുള്ള കെ.പി. ശശികല ഇന്ന് പാലക്കാട് ഉന്നയിച്ചിട്ടുള്ളത്. അതായത് റാപ്പ് സംഗീതത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗവുമായി ബന്ധമില്ല എന്ന കാര്യമാണ് കെ.പി. ശശികല ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വേടന്മാരുടെ തുണിയില്ലാ ചട്ടങ്ങൾക്ക് മുൻപിൽ സമാജം അപമാനിക്കപ്പെടുന്നു എന്ന കാര്യവും ശശികല വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാന സർക്കാർ ഇത്തരം കഞ്ചാവോളികൾ പറയുന്നത് മാത്രമാണ് കേൾക്കുന്നത് എന്ന കാര്യവും രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് വേടനെതിരെ കെ.പി. ശശികല ഉന്നയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും വേടന്റെ പാട്ടിനെതിരെയും അതേപോലെ തന്നെ വേടനെതിരെയും സംഘപരിവാർ ശക്തികൾ രംഗത്തെത്തിയിരുന്നു. വേടൻ സമൂഹത്തിന് അപമാനിക്കപ്പെടുന്ന വ്യക്തിയാണ്, കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണ് തുടങ്ങിയ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസവും കെ.പി. ശശികല അടക്കമുള്ള സംഘപരിവാർ നേതാക്കൾ നവമാധ്യമങ്ങളിലും അതേപോലെ തന്നെ വിദ്വേഷപരമായ പ്രസംഗങ്ങളിലും ഉന്നയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് വേടനെതിരെ ഇപ്പോൾ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ന് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ചേർന്ന യോഗത്തിലും വേടനെ അതിരൂക്ഷമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് കെ.പി. ശശികല നടത്തിയിട്ടുള്ളത്. ഷമ്മി, സച്ചിൻ, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വലിയ സാമുദായിക സംഘടനകളെയും ഒക്കെ തന്നെ അവരുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് ചവിട്ടിക്കൂട്ടിയിടാൻ അവർക്ക് കഴിയുന്നുണ്ട്. പക്ഷേ വേടനെ പോലെ ഒരാൾ അവർക്ക് മുന്നിൽ നേരെ നിന്ന് തൻ്റെ രാഷ്ട്രീയം വളരെ കൃത്യമായി പറയുന്നുണ്ട്. അത് വരികളിലൂടെയാണ്, പാട്ടിലൂടെയാണ്, സംഗീതത്തിലൂടെയാണ്. അത് തീരെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും ഈ പറയുന്ന ചാതുർവർണ്ണയത്തിൻ്റെ വക്താക്കൾക്ക് സാധിക്കുന്നില്ല. അതും കറുത്ത നിറമുള്ള വേടൻ ഇങ്ങനെയൊക്കെ ധിക്കാരത്തോടു കൂടി സംസാരിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. തീർച്ചയായും ഷമ്മി, അത് തന്നെയാണ് സംഘപരിവാറിനെ ഇപ്പോൾ വലിയ രീതിയിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. കാരണം വേടനെ പോലുള്ള ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വ്യക്തി ഇത്തരത്തിൽ കൃത്യമായ രാഷ്ട്രീയം പറയുന്നത് തന്നെ സംഘപരിവാറിനെ അസ്വസ്ഥരാക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ ദിവസം കേസരി മുഖ്യപത്രാധിപൻ അടക്കമുള്ള ആളുകൾ രൂക്ഷമായ പ്രസംഗം വേടനെതിരെ നടത്തിയിരുന്നു. മാത്രമല്ല, പാലക്കാട് സംസ്ഥാന സർക്കാർ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വേടന്റെ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ചില നാശനഷ്ടങ്ങൾ ഈ പരിപാടി നടത്തിയ സ്ഥലത്തുണ്ടായി. എന്നാൽ ഇതിനെ അടക്കം വേടന്റെ പാട്ടുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് വേടനെതിരെയുള്ള ഒരു നീക്കത്തോടു കൂടിയുള്ള പ്രതികാരം നില പാലക്കാട് BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയും മുന്നോട്ട് പോയിട്ടുള്ളത്. കാരണം ഈ നാശനഷ്ടം മാത്രമല്ല, വേടനെ പാട്ട് എന്തിന് സംസ്ഥാന സർക്കാർ പാലക്കാട് സംഘടിപ്പിച്ചു എന്ന രീതിയിലുള്ള ഒരു പരാമർശവും BJPയുടെ സംസ്ഥാന ട്രഷററും പാലക്കാട് നഗരസഭ വൈസ് ചെയർമാനുമായിട്ടുള്ള കൃഷ്ണദാസും ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ സവർണ മനോഭാവത്തോടു കൂടിയുള്ള സംഘപരിവാറിന്റെ ആക്രമണം വീണ്ടും തുടരുന്നു എന്നത് തന്നെയാണ് ഇന്നിപ്പോ കെ.പി. ശശികലയുടെ പ്രസ്താവനയിലൂടെ. തീർച്ചയായും അത് തന്നെയാണ്. ആദ്യം കേസരിയുടെ പത്രാധിപർ, അതിനുശേഷം പാലക്കാട്ടെ BJP നേതാവ് കൃഷ്ണദാസ്, ഇപ്പോൾ കെ.പി. ശശികല. ഇങ്ങനെ വേടനെതിരെയുള്ള ആക്രമണം സംഘപരിവാർ കൂട്ടുകയാണ്, അവരുടെ വാക്കുകൾക്ക് മൂർച്ച കൂടുകയാണ്. സച്ചിനാണ് വിശദാംശങ്ങൾ നൽകിയത്.